വന്നു. നമ്മൾ പോവാണ് റൂമിലോട്ട്. അപ്പത്തേക്കും മണ്ടക്കത്തെ ഫ്ലോറിലാണ് പോകാനുള്ളത്. സോ റൂമിലേക്ക് പോവാണ്. ഉറക്കത്തിന്റെ ആ ഒരു ഇതുണ്ട്. ഞാൻ 4 മണിക്ക് എണീറ്റതാണ്. അതിന്റെ ക്ഷീണം ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് സാധനം മേടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഡേ ആസ് ആൻറ്റി വ്ളോഗാണ്. അപ്പോൾ കറക്റ്റ് പറ്റിയ വ്ളോഗാണ്. കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകണം. കുഞ്ഞുങ്ങളുടെ കാലിലും കയ്യിലിടാനുള്ള സോക്സ്, പിന്നെ നെറ്റ്, കൊതുകൊക്കെ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി നെറ്റുള്ള ബെഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കൊച്ചിനെ NICUയിൽ വെച്ചേക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴേ നമ്മളതിൽ കൊണ്ടുവരുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊച്ചിനെ വേണ്ടിയിട്ട്. മുമ്പേ കാണിച്ചിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കിനും കാണാം. എന്തായാലും നമുക്ക് സാധനം മേടിക്കാൻ പോകാം. ഗൈസ്, ഇവിടെ വന്നാലും കാറ് വിട്ടൊരു കളിയില്ല നമുക്ക്. ബേബി വലുതായിട്ട് വന്ന് വേണ്ടിട്ട് വേണം ഇതൊക്കെ മേടിച്ചു. ഇത് 911. ഇതൊക്കെ ഏബുവിനെ ഓർമ്മ വരുന്നു എനിക്ക്, കുഞ്ഞുവിനെ. ഇത് രണ്ടും കയ്യിലും കല്ലിടുന്നതാണ്. ബ്ലൂവിൽ വൈറ്റ് സ്റ്റാർ വരുന്നു. ബോയ് ബേബിക്ക് ഞങ്ങൾ ബ്ലൂ മെത്ത മേടിച്ചു. ഇതിനകത്ത് കുഞ്ഞു 2 സോക്സ് ഉണ്ട്, ഷീറ്റും ഉണ്ട്. കൊള്ളാം. ഗൈസ്, മരുന്ന് മേടിക്കാൻ നോക്കട്ടെ. നമ്മളെന്തെങ്കിലും കഴിക്കാൻ വന്നതാണ്. കുഞ്ഞിന് പക്ഷെ നമ്മൾ കഴിക്കാൻ വിഷമാണ്. ഓക്കെ, ഇപ്പം എന്നെ കാണാൻ ആൻറ്റി ലുക്ക് കഴിഞ്ഞു. ചെറുതാറൊക്കെ ഇട്ട് കൊള്ളാവോ? ഇവിടെ കുഞ്ഞാവ് നല്ല കരച്ചില്ല എന്നല്ല, ഫുൾ ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. എന്നിട്ട് പുള്ളി ഇങ്ങനെ കണ്ണും തുറന്ന് ഞങ്ങളെ നോക്കി ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള എന്തൊക്കെ നടക്കുന്നത് കേട്ടിട്ട്. സോ ഞങ്ങളിവിടെ കുഞ്ഞാവിനെ എടുത്തുകൊണ്ട് നടക്കാം. ക്യാമറയിലേക്ക് നോക്കി. ഇത് കാര്യമായിട്ടുള്ള വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്ന്. പക്ഷെ ഞങ്ങളിപ്പം മരുന്ന് മേടിക്കാം. നമ്മളെന്തോ ഒരു ഇഞ്ചക്ഷൻ മേടിക്കാൻ പറഞ്ഞ സാധനം മേടിക്കാൻ പോവാണ്. ഫുൾ ടൈം റൂമിൽ കുഞ്ഞാവയുടെ കൂടിയായിരുന്നു. ഗൈസ്, നമ്മൾ പൊടിയരിക്കഞ്ഞി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചേച്ചിക്ക് കഞ്ഞി വേണം. സോ നമ്മൾ ക്യാൻറ്റീനിലേക്ക് വന്നതാണ്. നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വന്നതാണ്. നമ്മൾ ദോശ, പൊടിയരിക്കഞ്ഞിയൊക്കെ മേടിക്കാൻ വന്നു. സോ ഡെലിവറി വ്ളോഗ് ഇൻറ്റു വാട്ട് ഐറ്റിനിടെ. ഗൈസ്, രാത്രിയായപ്പോൾ വീണ്ടും ക്രീബണ്ണും ചായയും. ഞങ്ങൾ ലഘുവായിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഇപ്പം ലഘുവായിട്ട് മിനിറ്റിന് വന്നിട്ട് ഇങ്ങനെ കഴിക്കും. കൂടുമ്പോൾ ഇങ്ങനെ വന്ന് കഴിക്കും. കഥമൊഴിയായി പാടാം.
അപ്പുവിന് ചെറിയൊരു ജലദോഷം. നമ്മൾ ആവി പിടിക്കാൻ വന്നേ അല്ലേ അപ്പം? അപ്പുവിന് ചെറിയൊരു ജലദോഷം, കാര്യമായിട്ട് പിന്നെ ചെറിയൊരു ജലദോഷം. അപ്പോഴത്തേനും അതേപോലെ നമ്മൾ വെച്ച് ജസ്റ്റ് ആവി പിടിച്ചിട്ട് കാഷ്വാലിറ്റി കാണിക്കാൻ വന്നാലും കാഷ്വാലിറ്റി കാണിച്ച് മരുന്നൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ജസ്റ്റ് ആവി പിടിക്കാൻ വന്നു. ഇത്രയും വൈബായിട്ട് ആവി പിടിക്കുന്ന ആരുണ്ട്? രസമുണ്ടോ? കൊള്ളാമോ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? സോ ഗൈസ്, നമ്മൾ വൈബടിച്ച് ഇവിടെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആവി പിടിച്ച് ബില്ലടിച്ചിട്ട് നമ്മൾക്ക് ഇവന് നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സോ നെയ് റോസ്റ്റ് മേടിച്ച് കൊടുക്കണം. മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് മേളിലെ ചായയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഭയങ്കര ഉത്തരവാദിത്തമൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ആറ്റിറ്റ്യൂഡ് നടത്തുകയൊക്കെയാണ്. ഞാൻ എന്തോ ആണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഓണർ പഠിക്കാൻ ഞാൻ പോകുന്നു. എനിക്കറിയില്ല, എന്നെ നടത്തൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ ഓണറിൻ്റെ മോളാണ്. ഇത് ചെയ്യാനാണ് ഞാൻ തന്നെ എന്നെ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്ന്. ഭയങ്കര പക്ഷേ കുഴപ്പമില്ല, ചുമ്മാ ഇച്ചിരി ഉത്തരവാദിത്തം കൂടി എന്തൊക്കെയോ രണ്ട് മരുന്ന് മേടിച്ചതിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കാണുന്നത്. ഗായ്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി നാളെ നമുക്ക് വന്നിട്ട് കാണാം.